നമസ്കാരം. അമേരിക്കൻ രാഷ്ട്രപതി ശ്രീ ഡൊണാൾഡ് ട്രംപ് എന്ന് വിളിച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ സംഘപരിവാർ അംഗങ്ങൾ കോപിക്കും. കാരണം ഇപ്പോൾ അദ്ദേഹം ഏതാണ്ടൊരു ഭാരത വിരുദ്ധൻ്റെ നിലപാടിലാണ് സ്ഥിരമായി നിലകൊള്ളുന്നത്. സ്ഥിരമായിട്ടെന്ന് പറയരുത് എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലെ അദ്ദേഹം ഭാരതം നരകമാണ് എന്ന് പറയുകയും ഭാരതം അതിന് ശക്തമായിട്ട് കരണത്തടി നൽകുന്നത് പോലുള്ള മറുപടി നൽകുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തതിന് ശേഷം വൈകുന്നേരമാകുമ്പോഴത്തേക്ക് ഭാരതം ഒരു സ്വർഗ്ഗമാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവിടെ ഭരിക്കുന്നത് എന്നുള്ള നിലപാടിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു പെൻഡുലം പോലാണ് അദ്ദേഹം. ഇങ്ങനെ ഒരു ഊഞ്ഞാലാണ് അദ്ദേഹം ഇപ്പോൾ. അദ്ദേഹത്തെ പലരും നമ്മുടെ ട്രോളന്മാരുടെ ഭാഷയിൽ ഊഞ്ഞാലാട്ടുന്നുണ്ട് എന്നുള്ള ഒരു അഭിപ്രായവും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. അതിൽ പ്രമുഖൻ നമ്മുടെ ശരിക്കുള്ള ഭാരതത്തിൻ്റെ ഉത്തമ സുഹൃത്തായിട്ടുള്ള നെതന്യാഹുവാണ്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞാൽ ഉത്തമ സുഹൃത്ത് തന്നെയാണ്. ട്രംപിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഭാരതം നരകമാണ് എന്ന് പറഞ്ഞൊരു പ്രസ്താവന അല്ല വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ട്രംപിൻ്റെ ഇപ്പോഴൊരു മാനസികാവസ്ഥ, ട്രംപിൻ്റെ ഭ്രാന്തായെന്നല്ല ഞാൻ പറയുന്നത്, അടിസ്ഥാനപരമായിട്ട് ഈ യുദ്ധത്തിലേക്ക് ട്രംപിനെ ഇസ്രായേൽ വലിച്ചിഴച്ച് കൊണ്ടുവരികയായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഞാൻ പലതവണ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഈ ഒരവസ്ഥയിൽ ഇപ്പോൾ മധ്യപൂർവേഷ്യയിൽ എന്ത് നേടാനാണ് അമേരിക്ക യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടത് എന്നുള്ള ചോദ്യത്തിന്, അതായത് അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് ട്രംപിന് നേരെ ഉയരുന്ന ചോദ്യത്തിന് ട്രംപിനൊരു ഉത്തരമില്ല, വ്യക്തമായൊരു ഉത്തരമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ സമ്പുഷ്ട യുറേനിയം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ യുദ്ധം നിർത്താം, അല്ലെങ്കിൽ അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം അതാണ് എന്ന് അമേരിക്കക്കാരോട് പറയുന്നു. യുറേനിയം കൊടുക്കില്ല എന്ന് ഇറാൻ പറയുന്നു. എന്നാൽ ഹോർമുസ് കടലെടുക്കുന്ന പകുതിയെങ്കിലും തുറന്നു തരും, പറ്റില്ല എന്ന് പറയുന്നു. മറ്റ് ചെങ്കടലിൽ പ്രശ്നമുണ്ടാക്കും. ഇസ്രായേൽ അതിനുള്ള മറുപടികൾ കാണുന്നുണ്ട്. ഈ വെടിനിർത്തൽ എന്നുള്ളൊരു കരാറ് തന്നെ ട്രംപ് മുന്നോട്ട് വെച്ചത് ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അമേരിക്കയ്ക്ക് തലയൂരുവാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലെങ്കിൽ ഇറാൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുവാനായിട്ട് ഈ വെടിനിർത്തലിന് മുൻപ് നാറ്റോ സഖ്യരാഷ്ട്രങ്ങളെ ഉൾപ്പെടുത്തി ഒരു അതിസമ്മർദ്ദം, കൂടുതൽ ശക്തമായ ആക്രമണം ഇറാൻ്റെ മേൽ നടത്തി ഇറാനെ ഒരു ഭരണകൂടത്തെ മുഴുവൻ നശിപ്പിച്ച് ഒരു ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു കരയുദ്ധം ഒരിക്കലും ട്രംപിൻ്റെ അജണ്ടയിലില്ലായിരുന്നു. കാരണം കരയുദ്ധം അഫ്ഗാനിൽ ചെയ്തതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയായി മാറുമെന്നുള്ളത് സൈനിക വിദഗ്ധർ നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപിന് ഉപദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ സമുദ്രത്തിലൂടെയും ആകാശത്തിലൂടെയും നടത്തുന്ന ആക്രമണങ്ങളിലൂടെ ഇറാനെ ദുർബലമാക്കി അവരെ വരുതിക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം യുദ്ധം തുടങ്ങിയതിന് ശേഷം ട്രംപിന് ഇടക്കാലത്തേക്ക് കുറച്ചു കാലമുണ്ടായിരുന്നു. അതും നടന്നില്ല. കാരണം നാറ്റോയിലെ സഖ്യകക്ഷികൾ കാലുവാരി. അതിനുശേഷമാണ് വെടിനിർത്തൽ, പാകിസ്ഥാനെ മുൻനിർത്തിയുള്ള ഒരു സമാധാന ചർച്ച. പാകിസ്ഥാൻ്റെ സമാധാന ചർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയണമല്ലോ. പാകിസ്ഥാൻ പ്രേമികൾ, ഭാരതത്തിനുള്ളിലുള്ളതും ഭാരതത്തിന് പുറത്തു പോയി ജീവിക്കുന്ന ഭാരതീയരെന്ന് അവകാശപ്പെടുന്ന എന്നാൽ അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള ഭാരതീയരും ഒക്കെ ഈ പാകിസ്ഥാൻ ഈ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നുവെന്ന് കണ്ടപ്പോൾ ഇന്ത്യ ലുക്സ് സോ സ്മോൾ ഇൻ ദ ഗ്ലോബൽ പ്ലാറ്റ്ഫോം എന്നുള്ള തരത്തിലുള്ള, അതായത് ഭാരതത്തിൻ്റെ ഒരു പ്രസക്തി വളരെ ചെറുതായി കാണപ്പെടുന്നു ഒരു ജിയോ പൊളിറ്റിക്സ് തലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഭാരതത്തിൻ്റെ ഒരു പ്രസക്തി ചെറുതായി പോകുന്നു, ഒരു ഗരിമ ചെറുതായിപ്പോയി. പാകിസ്ഥാനാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ആ ചർച്ചയുടെ ഫലം എന്തായി എന്നുള്ളത് എനിക്ക് എങ്ങനെ പറയാൻ കഴിയുന്നതിനേക്കാളും നന്നായി ടി ജി മോഹൻദാസ് സാർ പറഞ്ഞിട്ടുണ്ട്. ആ പൂരിയ കുരങ്ങൻ്റെ അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ. അത്തരത്തിലൊരവസ്ഥയിൽ പാകിസ്ഥാൻ പെട്ട് കഴിയുമ്പോൾ ഇവരാരും വരുന്നില്ല. കാരണം ഇവരെല്ലാം ഭാരതത്തിനെതിരെ ഒരു ആഖ്യാനം, അതായത് ഭാരതത്തിനെതിരെ എന്നുള്ളതിനേക്കാൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു ആഖ്യാനം സൃഷ്ടിച്ച് വയ്ക്കുക. ഇപ്പോൾ തന്നെ ഒരു നറേറ്റീവ് സൃഷ്ടിച്ച് അവിടെ നിലനിർത്തുക. ആ നറേറ്റീവുമായിട്ട് സാധൂകരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ ആഖ്യാനം മുന്നോട്ട് വെച്ച് രാഹുൽ ഗാന്ധിയെപ്പോലെ ഇവിടെയുള്ള ഡീപ്പ് സ്റ്റേറ്റ് ഏജൻറ്റുമാരുടെ കയ്യിലേക്ക് കൊടുക്കുക. അവരതെടുത്തുപയോഗിച്ച് നരേന്ദ്രമോദിക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി ഈ ഡീപ്പ് സ്റ്റേറ്റിൻ്റെയും ഇത്തരം തൽപര കക്ഷികളുടെയും ഇഷ്ടക്കാരായ ആളുകളെ, രാഹുൽ ഗാന്ധി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി, അവരുടെ ഇഷ്ടക്കാരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവരെ ആരെങ്കിലും പ്രധാനമന്ത്രി പദത്തിലേക്ക് അധികാരത്തിൽ ഭാരതത്തിലെത്തിക്കുക, എന്നിട്ട് ഭാരതത്തിനെ അവരുടെ വഴിയിലേക്ക് കൊണ്ടുവരിക. കാരണം കഴിഞ്ഞ 12 വർഷങ്ങളായി ജിയോ പൊളിറ്റിക്സ് അരീനയിൽ, അല്ലെങ്കിൽ ഒരു ബഹുരാഷ്ട്ര വേദിയിൽ ഭാരതം നടത്തിയൊരു മാറ്റമെന്ന് പറഞ്ഞാൽ, സ്വയമേവ നടത്തിയൊരു മാറ്റമെന്ന് കണ്ടാൽ, ശക്തി കൊണ്ട് മാത്രം ഞങ്ങൾ ഒരു സമവായത്തിന് അല്ലെങ്കിൽ ഒരു വിലപേശലിൻ്റെ മേശയിലേക്ക് ഞങ്ങൾ വരികയുള്ളൂ.
ശക്തി കൊണ്ട് മാത്രമേ വരികയുള്ളൂ. ഒരു ദൗർബല്യവുമായി ഞങ്ങൾ വരില്ല. പാകിസ്ഥാൻ്റെ കാര്യത്തിലായാലും ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ കാര്യത്തിലായാലും ഇറാനും റഷ്യയുമായി വാണിജ്യപരമായിട്ടുള്ള കരാറുകളിൽ ഏർപ്പെടുന്ന കാര്യത്തിലായാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിലായാലും രാഹുൽ ഗാന്ധിയും കൂട്ടരും എന്ത് വ്യാജ പ്രചരണം നടത്തിയാലും ഭാരതത്തിൻ്റെ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തി കൊണ്ടുള്ള നയതന്ത്ര ഇടപെടലുകളെ ഭാരതം നടത്തിയിട്ടുള്ളൂ കഴിഞ്ഞ 12 വർഷങ്ങളായി. അത് തന്നെയാണ് ഈ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിനെ എപ്പോഴും വരുതിയിൽ നിർത്തണം എന്നാഗ്രഹിക്കുന്ന ബാഹ്യശക്തികളെ അസ്വസ്ഥരാക്കുന്നത്. അവരുടെ പിണിയാളുകളായിട്ട് ഈ അറ്റ്ലാന്റ എന്ന ഓൺലൈൻ പ്രസിദ്ധീകരണം പോലുള്ളതും ന്യൂയോർക്ക് പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ് പോലുള്ള ദിനപത്രങ്ങളും ദൃശ്യമാധ്യമ സ്ഥാപനങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ പിണിയാളുകളായി. അവിടെ തന്നെ ഈ പിണിയാളുകളായി പ്രവർത്തിക്കുന്നതിൽ പ്രമുഖർ ഭാരതീയ വംശജരാണ്. അവരുടെ പേരൊക്കെ നോക്കിയാൽ മതി, വൈഭവ്, വിശാൽ അങ്ങനെയുള്ള പേരുകളൊക്കെ ആയിരിക്കും. ഈ ഓപ്പറ്റ്സ് എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ എഴുതുന്നതിന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ ലുക്സ് ടു സ്മോൾ ഇൻ ദ ഗ്ലോബൽ അരീന, ഇത്തരത്തിലുള്ള തലക്കെട്ടോടുകൂടി ലേഖനങ്ങൾ എഴുതുന്നവരുടെയൊക്കെ പേരുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ വേരുകൾ ഭാരതത്തിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരങ്ങനെ ഉണ്ടെന്ന് അവകാശപ്പെടുന്നു. വേരെല്ലാം അവർ എന്നേ പറിച്ചു കൊണ്ടുപോയി കാണും. പൂർണ്ണമായിട്ടും അമേരിക്കവൽക്കരിക്കപ്പെട്ടൊരു മനസ്സായിരിക്കും. അതിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ആശയം തലയിൽ ഉൾക്കൊള്ളുന്ന, എന്നാൽ ക്യാപിറ്റലിസത്തിൻ്റെ എല്ലാ സുഖങ്ങളും നുകർന്നുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. ഇത് ചുരുക്കത്തിൽ ഇരട്ടത്താപ്പുകാരായിരിക്കും. അവരുടെ മറ്റ് പിണിയാളുകളായിട്ട് ഈ പിണിയാളുകളുടെ ആഖ്യാനം, അവർ സൃഷ്ടിക്കുന്ന ആഖ്യാനം ഭാരതത്തിൽ പ്രചരിപ്പിക്കുവാൻ രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഭാരതത്തിൽ നിലനിൽക്കുന്നു. ഇനി തിരിച്ച് ട്രംപിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഇനിയുള്ളൊരവസ്ഥ വളരെ ദയനീയമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ രാവിലെ പറയുന്ന അഭിപ്രായത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം വൈകുന്നേരം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനോനില തെറ്റിയത് കൊണ്ടല്ല. ഇപ്പോൾ അദ്ദേഹം തേടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കുള്ള മാർഗത്തിന് വേണ്ടിയിട്ടാണ്, വാതിൽ തുറന്നു കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. നവംബർ 3-ാം തീയതി തീരുമാനമാക്കപ്പെടുന്ന മിഡ് ടേം ഇലക്ഷനിൽ ഈ ഇറാനുമേൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ യുദ്ധത്തിൻ്റെ കാര്യകാരണങ്ങൾ അമേരിക്കൻ ജനതയെ ബോധ്യപ്പെടുത്തുവാൻ ട്രംപിന് എന്തായാലും സാധിക്കില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ താൻ ശക്തനായൊരു രാഷ്ട്രപതിയാണ്, ഭരണകർത്താവാണ്, അമേരിക്കയുടെ ശക്തനായ നേതാവാണ് എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുവാൻ ശക്തി പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ശക്തി പ്രതിഫലിപ്പിക്കുന്ന ചില നടപടികൾ അദ്ദേഹത്തിന് എടുക്കണം. എന്താണ് ആ നടപടികൾ? ഒന്ന്, നാറ്റോയിൽ നിന്നുള്ള പിന്മാറ്റമാകാം, അല്ലെങ്കിൽ നാറ്റോയെ തന്നെ പൊളിച്ചടുക്കി ഇപ്പോൾ തന്നെ സ്വീഡനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് നാറ്റോയെ അദ്ദേഹം വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ബ്രിട്ടന് നേരെ നടപടി എടുക്കുന്നതിലാവാം, അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിൽ നിന്ന് അമേരിക്ക പൂർണ്ണമായി പിന്മാറുന്നതാകാം ഒന്നാമത്തെ നടപടി. രണ്ടാമത്തെ നടപടി, ഹോർമൂസിൽ ഇറാനൊരു തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, അതിന് പുറത്ത് അമേരിക്കയുടെ ഒരു തടസ്സം കൂടി ഉണ്ടാക്കുക, ഇറാനിലെ കപ്പലുകളെയും എല്ലാം തകർത്ത് ഇറാൻ്റെ മേൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുക. ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നുള്ള തരത്തിൽ. ഒപ്പം ഇറാന് മേലുള്ള ആക്രമണങ്ങൾ നവംബർ വരെ, അടുത്ത 6 മാസത്തിനുള്ളിൽ തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലുമായി ചേർന്ന് ഇറാന് മേൽ നടത്തുക. അതുകൊണ്ട് അതിൻ്റെ അന്തിമ ഫലം എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ അത് ട്രംപിന് പോലും പിടിയുണ്ടാവില്ല. ട്രംപിന് പോലും ഉറപ്പൊന്നുമില്ല എങ്ങനെയായിരിക്കും ഇതിൻ്റെ പര്യവസാനം എന്നുള്ളത്. ഒരു ആണവായുധം പ്രയോഗിക്കാൻ ഇറാൻ്റെ കയ്യിലില്ല, പക്ഷേ ചുറ്റുമുള്ള ഇറാന് ചുറ്റും എത്രയും പെട്ടെന്ന് എത്തിച്ചേരാവുന്ന തരത്തിലുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്കയുടെ സഖ്യകക്ഷികൾ, അവരുടെ മേൽ ആക്രമണങ്ങൾ നടത്താം ഇറാന്. ഒപ്പം തന്നെ ഈ ഹൂത്തികൾ, ഹിസ്ബുള്ള പോലുള്ള ഭീകരവാദ സംഘടനകളെ ഉപയോഗിച്ച് പ്രോക്സി വാർ, നിഴൽ യുദ്ധവും നടത്താം മധ്യപൂർവേഷ്യൻ പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ രാജ്യങ്ങളുടെ മേൽ. അതുകൊണ്ട് തന്നെ ഇതൊരു കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയിലാണ് ആദ്യം മുതൽ തന്നെ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ട്രംപിനിപ്പോൾ ശക്തി പ്രകടനങ്ങൾ നടത്തിയേ തീരൂ. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്കാണ്, രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ട്രംപ് ഇപ്പോൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഭാരതവിരുദ്ധ പ്രസ്താവന അദ്ദേഹം നടത്തുവാനുള്ള ഒരു പ്രധാന കാരണം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള ഡെമോക്രാറ്റുകൾ, അവരെ പിന്തുണയ്ക്കുന്ന ദൃശ്യമാധ്യമ ചാനലുകൾ, അവർ ട്രംപിനെതിരെ പരിഹാസമായി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം, ട്രംപിൻ്റെ ഫോൺ നരേന്ദ്രമോദി എടുക്കുന്നില്ല. ഈ ഭാരതത്തിൽ നിന്നാണ് ഫാൻഡാമാൻ എന്നുള്ളൊരു പേര്, ട്രംപിൻ്റെ തലമുടിയുടെ നിറം കാരണം, ഓറഞ്ച് നിറം കാരണം. നേരത്തെ അമേരിക്കക്കാരായ ട്രംപിനെ ഓറഞ്ച് മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ അദ്ദേഹത്തെ പരിഹസിച്ച് വിളിച്ചുകൊണ്ടിരുന്നത്. ഭാരതത്തിൽ നിന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അദ്ദേഹം നടത്തിയ ചില വ്യാജ അവകാശവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിഹാസമുയരുകയും ഭാരതത്തിൽ നിന്നാണ് ഈ ഫാൻഡാമാൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് വീണത്. ആ പേരെടുത്ത് ഉപയോഗിച്ച്
ഈ ഡെമോക്രാറ്റുകളെ പിന്തുണയ്ക്കുന്ന ദൃശ്യമാധ്യമ ചാനലുകൾ നരേന്ദ്രമോദി ട്രംപിൻ്റെ ഫോൺ എടുക്കാറില്ല, വേണമെങ്കിൽ വന്നൊരു ചായയും സമോസയും കഴിച്ചിട്ട് പോകൂ തുടങ്ങിയ രീതിയിലുള്ള രൂക്ഷമായ പരിഹാസങ്ങൾ ട്രംപിന് നേരെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് CNN പോലുള്ള ചാനലുകൾ, MSNBC പോലുള്ള ചാനലുകൾ അവ ചെയ്യുമ്പോൾ അവരുടെ ഒരു പ്രേക്ഷകരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരികയാണെങ്കിൽ പോലും നല്ലൊരു വിഭാഗം പ്രേക്ഷകരിലേക്ക് യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഈ ക്ലിപ്പുകൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടർമാരുടെ ഇടയിൽ, സമ്മതിദായകരുടെ ഇടയിൽ വലിയ സ്വാധീനം ഈ വീഡിയോ ക്ലിപ്പുകൾക്ക് ഉണ്ടാകുന്നുണ്ട്, ട്രംപിനെ ഒരു ദുർബലനായ ഭരണാധികാരി എന്നുള്ള നിലയിൽ ചിത്രീകരിക്കുന്നതിന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയല്ല, ഭാരതത്തിന് നേരെ ഞാൻ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുവാൻ പോകുന്നു. പക്ഷേ ട്രംപ് മറന്നുപോയൊരു കാര്യം, മോദിയുടെ സ്വാധീനത്തിൽ ട്രംപിൻ്റെ ഭാഗത്തേക്ക് മറിഞ്ഞ് മുൻപ് ഡെമോക്രാറ്റുകളായിരുന്ന ഒരു ഇന്ത്യൻ ഡയസ്പോറയുണ്ട്, ഇവിടെ ഭാരതീയ വംശജരുണ്ട്. ഈ ഞാൻ പറഞ്ഞ ഈ ഓപ്പട്ടുകൾ എഴുതുന്ന ഭാരതവിരുദ്ധ ശക്തികളുടെ കാര്യമല്ല പറയുന്നു, വലിയൊരു വിഭാഗം ഭാരതത്തിൽ വേരുകളുള്ളൊരു സമ്മതിദായകരുണ്ട് അവിടെ. അവർ നരേന്ദ്രമോദിയുടെ സ്വാധീനത്തിലാണ് അവരിൽ ഭൂരിപക്ഷം ട്രംപിൻ്റെ ഭാഗത്തേക്ക് ചാഞ്ഞത്. മുൻപ് അവർ മുഴുവനായിട്ട് തന്നെ ഡെമോക്രാറ്റുകളായിരുന്നു. അവരുടെ വോട്ട് നഷ്ടപ്പെടുവാനുള്ളൊരു സാധ്യത കണ്ടുകൊണ്ടാണ് വൈകുന്നേരമായപ്പോഴേക്കും കൃത്യമായിട്ട് ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധവും ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് പോലെ തന്നെയുള്ളൊരു പ്രതികരണവും ഉണ്ടായപ്പോൾ അത് ഉറപ്പായി ട്രംപിന് ഈ ഒരു ഇന്ത്യൻ ഡയസ്പോറ മിക്കവാറും കൈവിടുമെന്നുള്ള, അതുകൊണ്ടാണ് അദ്ദേഹം ആ നിലപാട് വൈകുന്നേരമായപ്പോഴേക്കും മാറ്റിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ നവംബർ 3-ന് ഏതെങ്കിലും ഒരു തരത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക്, ട്രംപിൻ്റെ പാർട്ടിക്ക് ഒരു തിരിച്ചടി ഏറ്റാൽ സെനറ്റിലും കോൺഗ്രസ്സിലും ഉള്ള ഒരു സമവാക്യങ്ങൾ, ഗണിതങ്ങളുടെ ഒരു സമവാക്യങ്ങൾ, സീറ്റുകളുടെ ഒരു സമവാക്യം മാറിമറിഞ്ഞാൽ ഏതാണ്ട് തുല്യനിലയിൽ തന്നെ ഡെമോക്രാറ്റ് പാർട്ടിയും റിപ്പബ്ലിക് പാർട്ടിയും എത്തുകയാണെങ്കിൽ സെനറ്റിലും കോൺഗ്രസ്സിലും ഒരുപോലെ ട്രംപ് ഇംപീച്ച് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതിന് ചിലപ്പോൾ റിപ്പബ്ലിക് പാർട്ടിയിൽ നിന്ന് തന്നെ ഡെമോക്രാറ്റുകൾക്ക് പിന്തുണയും ഉണ്ടാകും. അങ്ങനെ ഒരു പിന്തുണ ഉറപ്പാക്കി കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് പാർട്ടികൾ ഉറപ്പായും ട്രംപിനെ ഇംപീച്ച് ചെയ്യുവാനുള്ളൊരു നീക്കം നടത്തുകയും ഇംപീച്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് അവിടെ. ന്യൂയോർക്ക് ആണെങ്കിലും മംദാനിയൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഒരുപാട് ബിസിനസ്സുകളും ട്രംപിൻ്റെ ട്രംപ് ടവറിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ട്രംപ് ടവറൊക്കെ നിലനിൽക്കുന്ന ന്യൂയോർക്കിലാണ്. അത്തരം സംസ്ഥാനങ്ങളിൽ ജയിലിടിഞ്ഞാലും പുറത്തു തരാത്ത രീതിയിൽ ട്രംപിനെതിരെ കേസുകൾ വരികയും ചെയ്യും. ആ ഭയം ട്രംപിനെതിരെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ. അത്രത്തോളം ഒരു വൈര്യനിര്യാതര ബുദ്ധിയോടുകൂടി പെരുമാറുന്നവരാണ് ഈ ഡെമോക്രാറ്റുകൾ. ഇതും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ആശങ്കകളുടെയും കുഴപ്പങ്ങളുടെയും ഇടയിലൂടെയാണ് അമേരിക്കൻ രാഷ്ട്രപതി കടന്നു പോകുന്നത്. അതുകൊണ്ട് ഭാരതീയരെ വിമർശിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഗതികേടാണ്. അദ്ദേഹം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല. വൈകുന്നേരമായപ്പോഴത്തേക്ക് അതിൻ്റെ അപകടം മനസ്സിലാക്കി അദ്ദേഹം നിലപാട് തിരുത്തി എന്നുള്ളത് കൊണ്ട് നാളെ അദ്ദേഹം വീണ്ടും ആ പഴയ നിലപാടിലേക്ക് പോയില്ല എന്നുള്ള യാതൊരു ഉറപ്പും നൽകുവാൻ സാധിക്കില്ല. കാരണം ഇന്ന് വൈകുന്നേരം കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു പരിഹാസം, ഫാൻഡാമാനെ ഇന്ത്യ മൂക്കുകൊണ്ട് ഇക്ഷ വരച്ചു, ചായ കുടിപ്പിച്ചു, സമോസ കഴിപ്പിച്ചു, ഒരല്പം വംശീയമായിട്ടുള്ള പരിഹാസം തന്നെയാണെന്ന് പറയാം. കാരണം ഭാരതീയരെല്ലാം ചായയും സമോസയും കുടിക്കുന്നവരാണെന്നുള്ളൊരു ഉണ്ടല്ലോ, ഒരു സാമാന്യവൽക്കരണം. അത്തരത്തിലുള്ളൊരു വംശീയകരമായിട്ടുള്ള പരാമർശം കൊണ്ട് തന്നെ ഫാൻഡാമാനെ അവർ പരിഹസിക്കാറുണ്ട്. പക്ഷേ ഈ ഫാൻഡാമാൻ എന്നുള്ള പേര് നൽകിയത് ഭാരതീയരാണ്. അതിൻ്റെ ക്രെഡിറ്റ് അമേരിക്കക്കാർക്കല്ല. അതുകൊണ്ട് തന്നെ ഒരു ഗതികെട്ട അവസ്ഥയിലാണ് പാവം ഇപ്പോൾ എന്നുള്ളത് സത്യമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ മധ്യപൂർവേഷ്യയിൽ സാഹചര്യങ്ങൾ വഷളാകുവാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്ന മറ്റൊരു കാര്യം, 2026 ലോകത്തെ സംബന്ധിച്ചും ഭാരതത്തെ സംബന്ധിച്ചും അത്ര സുഖകരമായിട്ടുള്ളൊരു വർഷമല്ല. ചുരുങ്ങിയത് ഒരു 6 മാസങ്ങൾ കൂടിയെങ്കിലും. ഇനി 6 മാസം എന്ന് പറയുമ്പോൾ എത്ര ഇതുണ്ട് എന്നാലോചിക്കുക. വർഷം കഴിയും. അതുകൊണ്ട് തന്നെ വർഷത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കെങ്കിലും ഇതിനെല്ലാം ഒരു സമാധാനപരമായിട്ടുള്ള തീരുമാനങ്ങൾ, അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ രാജ്യത്തെ നയിക്കുന്നവരെ വിശ്വസിക്കുക, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വരുന്നവരെ തിരിച്ചറിയുക. എന്തായാലും ഡൊണാൾഡ് ട്രംപിന് അനുശോചനങ്ങൾ. ബാക്കി ഇന്ത്യൻ ഡയസ്പോറ തീരുമാനിക്കട്ടെ. അവിടുത്തെ ഡെമോക്രാറ്റുകൾ അദ്ദേഹത്തെ പരിഹസിക്കുവാനായിട്ട് ഫാൻഡാമാൻ എന്നുള്ള പേര് നൽകിയ ഭാരതീയർക്ക് അഭിനന്ദനങ്ങൾ പറയണമോ എന്തിനായിരുന്നു എന്നുള്ളത് തിരുവനന്തപുരം ഭാഷ ചോദിക്കണം, എന്തോന്നടേ എന്ന് ചോദിക്കണമോ എന്നെനിക്കറിയില്ല സത്യത്തിൽ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക്
10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.